നിരുത്തരവാദപരമായ പ്രസ്താവന നിങ്ങൾ ഇറക്കിയത് മനസ്സിലായിക്കോളൂ. കേരളത്തിൽ ജൈനക്ഷേത്രങ്ങളില്ല. ചരിത്രപരമായിട്ട് അങ്ങനെ ജൈനക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് മാറിയിട്ടില്ല. കാണിച്ചു തരണം, ഏതാന്ന് കൃത്യമായി പറയണം കേട്ടോ. വിളിച്ചു പറയരുത്. ഇതൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് വരെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കരുതിയിരുന്നോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ഈ തരത്തിലാണ് നടക്കുന്നതെങ്കിൽ താങ്കൾ ഇരിക്കുന്ന കോഴിക്കോട് മുതൽ ഞാനിരിക്കുന്ന തിരുവനന്തപുരം വരെ എത്രയോ ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പണി കഴിക്കപ്പെട്ടതുണ്ട്. എവിടെയാണ് ഇതെല്ലാം പുനരുദ്ധരിക്കപ്പെടണം എന്നാണ് ജൈന മതത്തിലുള്ളവർ വിചാരിക്കുന്നതെങ്കിൽ, ആ തരത്തിലുള്ള ഹർജിയാണ് പോകുന്നതെങ്കിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. താങ്കൾ പറഞ്ഞ ജൈന ക്ഷേത്രം ഒന്ന് കാണിച്ചു തരണം എവിടെയുള്ളത്. ഞാൻ അറിയില്ല ഏത് ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണോ, വൈക്കത്ത് അമ്പലമാണോ, ഗുരുവായൂർ അമ്പലമാണോ, ഒന്ന് കാണിച്ചു തരണം എനിക്ക് കേട്ടോ. ഞാനും വരാം നിങ്ങളെ കൂടെ. എവിടെയാ നിരുത്തരവാദപരമായ പ്രസ്താവന നിങ്ങൾ ഇറക്കിയത് മനസ്സിലായിക്കോളൂ. കേരളത്തിൽ ജൈനക്ഷേത്രങ്ങളില്ല. ചരിത്രപരമായിട്ട് അങ്ങനെ ജൈനക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് മാറിയിട്ടില്ല. കാണിച്ചു തരണം. അടുത്ത പൂരത്തിന് തരും. ഏതാന്ന് കൃത്യമായി പറയണം. നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? വിളിച്ചു പറയരുത്. ഇതൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് വരെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കരുതിയിരുന്നോ? ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ജൈനക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ടേ ഇല്ല. എവിടെയാണ്? ഏതാണ് ആ ക്ഷേത്രം? പറയൂ, ഇപ്പൊ പറയൂ. കേരളത്തിൽ താങ്കൾ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പേര് പറഞ്ഞു. താങ്കൾ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പേര് പറഞ്ഞു. താങ്കൾ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പേര് താങ്കൾ പറഞ്ഞു. തകർത്തതാണെന്ന് താങ്കൾ പറയോ? പറയൂ, ഇപ്പൊ പറയൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജൈനക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറിയ ചരിത്രം താങ്കൾക്ക് അറിയുകയില്ല. താങ്കളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പറയാം. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, അത് ജൈനക്ഷേത്രം തകർത്തിട്ടുണ്ടാക്കിയെന്ന് നിങ്ങൾ ഇപ്പൊ പറയണം. താങ്കൾക്കുള്ള ഉത്തരമാണ് ശ്രീ എം എൻ കാരശ്ശേരി. കുറച്ചുകൂടെ ചരിത്രം പറയാൻ കഴിയുന്ന ആളാണ് താങ്കൾ. ഇതിനുള്ള ഉത്തരം ശ്രീ എം എൻ കാരശ്ശേരി. ചരിത്രം മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ശ്രീ പത്മനാഭൻ പറയുമ്പോൾ ശ്രീ എം എൻ കാരശ്ശേരി എന്നെക്കാൾ നന്നായിട്ട് മറുപടി പറയാൻ കഴിയുന്നത് അക്കമിട്ട് താങ്കൾക്കായിരിക്കും. ഒറ്റ സെക്കൻഡ് ശ്രീ, ഞാൻ ഞാൻ അപർണയോടാ പറയുന്നത്. അഭ്യാസം വേണ്ട. ശ്രീ ഷാഹുൽ അഹമ്മദ്, താങ്കൾക്ക് ഞാൻ തിരികെ എത്താം. ഞാനൊന്ന് ശ്രീ എം എൻ കാരശ്ശേരിയിലേക്ക് പോയ ശേഷം അദ്ദേഹം പറയുമല്ലോ ചരിത്രം. ശ്രീ എം എൻ കാരശ്ശേരിയിലേക്ക് ഒന്ന് പോയ ശേഷം ഒരു വലിയ ലിസ്റ്റ് പറയാമല്ലോ പ്ലീസ്. വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ശബരിമല ക്ഷേത്രം നേരത്തെ ഒരു ബുദ്ധ ക്ഷേത്രമായിരുന്നു എന്നുള്ള വർത്തമാനത്തിന് അനേകം വർഷങ്ങളുടെ പഴക്കമുണ്ട്. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതിന് ഇന്നും നിലനിൽക്കുന്ന ചില തെളിവുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സംഗതി അവിടുത്തെ ശരണം വിളിയാണ്. അതൊരു ബൗദ്ധ പാരമ്പര്യത്തിൻ്റെതാണ്. അവിടുത്തെ നോമ്പ് നോൽക്കുമ്പോൾ വ്രതം 40 ദിവസത്തെ വ്രതത്തിൽ ബ്രഹ്മചര്യമുണ്ട്. സസ്യാഹാരം മാത്രമേ കഴിക്കാവുന്നുണ്ട്. മദ്യം കഴിക്കാൻ പാടില്ല എന്നുണ്ട്. സംഘം ചേരുക എന്നുണ്ട്. അത്തരം ചിട്ടകളൊക്കെ ഒരു ബുദ്ധമതത്തിന്റെ അടയാളങ്ങളായിട്ട് ബാക്കിയായതാണ് എന്ന് ചരിത്രകാരന്മാർ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. അയ്യപ്പൻ എന്നൊരു ദൈവം സംസ്കൃത സാഹിത്യത്തിലില്ല. ആ വാക്ക് തന്നെ ദ്രാവിഡമാണ്. 1000 കൊല്ലം മുമ്പ് അയ്യപ്പൻ എന്നൊരു ദൈവമില്ല. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ഒരു തെളിവുമില്ലാതെ ഓരോരുത്തർ വായന വരുന്നത് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അയ്യപ്പനും മുത്തപ്പനും ഒക്കെ ശൈവ ശക്തികളാണ്. വടക്കേ മലബാറിൽ മുത്തപ്പനുണ്ട്, അങ്ങ് തിരുവിതാംകൂറിൽ അയ്യപ്പനുണ്ട്. ഇതൊക്കെ ശൈവ ശക്തികളാണ്. അതാണ് ഇങ്ങനെ അപ്പൻ എന്ന് പറഞ്ഞ പേരിൽ അവസാനിക്കുന്നതൊക്കെ ശൈവ ശക്തികളാണ്. ഇവിടെ കുട്ടിച്ചാത്തനുണ്ട്, വടക്കേന്ത്യ കുട്ടിച്ചാത്തനില്ല. ഉണ്ടോ? വടക്കേന്ത്യയിൽ കുട്ടിച്ചാത്തനുണ്ടോ? കണ്ടാകർണനും ഭൈരവനും ഉണ്ട് ഇവിടെ. വടക്കേന്ത്യയിലുണ്ടോ? ഇതൊക്കെ ശൈവ സങ്കല്പങ്ങളിൽ ഓരോ ജാതിക്കാർ, ഓരോ വിഭാഗങ്ങൾ സങ്കല്പിച്ച് ആരാധിച്ചതാണ്. അതൊക്കെ ബുദ്ധനാണ്, ജൈനനാണെന്ന് പറയാൻ യാതൊരു അടിസ്ഥാനപരമായ ഒരു തെളിവുമില്ല.